കഴിഞ്ഞ ദിവസം അത് മറിഞ്ഞ് വീണായിരുന്നു. ഈ സ്റ്റാൻഡ് മറിഞ്ഞ് വീണ് രണ്ടാമത് ഞാൻ തന്നെ സക്കെടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്ന് വർട്ടിക്കലായിട്ട് വെച്ച് അങ്ങനെ ഇപ്പോൾ സെറ്റ് ആകൃതിയിലായിരിക്കും. മൂന്നെണ്ണം സെറ്റ് ആകൃതിയിൽ വെച്ചിരിക്കുക. ഇതിലൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞു പോയില്ല. അത് ഇങ്ങനെ വെച്ചിരുന്നു, ഇപ്പുറത്ത് വെച്ചിരുന്നു. അതിന് പറഞ്ഞു പോയില്ല. ഈ പ്ലാന്റൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കുമ്മായപ്പൊടിയെ പറ്റിയിരിക്കുന്നു. കുമ്മായപ്പൊടി വേണ്ടാണ്, ഫംഗസ് വരില്ല. കുമ്മായപ്പൊടി പറ്റി കുമ്മായപ്പൊടി പറ്റി വെച്ചിരിക്കുക. ഒടിഞ്ഞ് കുറേ ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞ് പോയി. ഒക്കെ മുട്ടിട്ടതാണ് പറയുക. അതിലൊക്കെ മുട്ടുണ്ടാവും. മുട്ടൊന്നും കുഴപ്പമില്ല, കേടായിട്ടില്ല. ചില മുട്ടുകൾക്കൊന്നും കംപ്ലൈൻറ്റ്, ചില മുട്ടുകളൊക്കെ പോയി. സകല പ്ലാന്റും കുറച്ച് കട്ടായിപ്പോയി. അങ്ങനെയൊക്കെ അടിച്ചിലൊക്കെ കുമ്മായപ്പൊടിയൊക്കെ വെച്ചിരിക്കുക. കുമ്മായപ്പൊടി വെച്ചാൽ പെട്ടെന്ന് ഫംഗസ് വരില്ല. പൊടിയാകുമ്പോൾ പെട്ടെന്ന് ഇരുന്നോളൂ. അതിൽ നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇരുന്നോളും. പൊടി പെട്ടെന്ന് പോകില്ല. അപ്പം എൻ്റെ ആദ്യമായിട്ട് എൻ്റെ റെഡ് ജൈന മുട്ടിട്ടുണ്ട്. ഞാൻ റെഡ് ജൈന എന്ന് പറയാം. എൻ്റെ തണ്ടുകൾക്ക് തന്നെ റെഡിഷ് കളറാണ്. തണ്ടൊക്കെ തന്നെ ഒരു റെഡിഷ് കളറാണ്. ചെറിയതായിട്ട് എൻ്റെ തുമ്പത്തൊക്കെ റെഡിഷ് കളറായി. ഇതിന് കൂടുതൽ ഡിസീസൊന്നും വരില്ല. നല്ല ഗ്രോത്താണ്. ഇതുണ്ട് എല്ലാ പ്ലാന്റും ഒരേ സമയത്ത് വെച്ചിട്ടൊക്കെ ഭയങ്കര ഗ്രോത്താണ്. നല്ലോണം വളർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതേ മുട്ടിട്ടതാണ് റെഡ് ജൈന. നല്ല റെഡിഷ് കളറാണ്. അതിൻ്റെ പഴുപ്പൊക്കെ നല്ല മധുരവും നല്ല റെഡുമാണ്. ഇതിൻ്റെയൊക്കെ തൈക്കളൻ്റെ കയ്യിലുണ്ട്. എല്ലാം മുട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ടുന്നുണ്ട്. അങ്ങനെ സകല സ്ഥലത്ത് റെഡ് ജൈന മുട്ടിട്ട് വരുന്നുണ്ട്. ഇതാണ് റെഡ് ജൈന. ഇതിൻ്റെ തണ്ടുണ്ട് ഡാർക്ക് ഒരു പച്ചയാണ്, റെഡ് കളർന്ന പച്ചയത് എൻ്റെ തണ്ടിന്. തുമ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചുമപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയാണ്. പെട്ടെന്ന് ഒരു ഡിസീസൊന്നും പെട്ടെന്ന് വരില്ല. നല്ലോണം ഗ്രോത്തും ഉണ്ട്. നല്ല ഫ്രൂട്ടാണ്. അതിൻ്റെ നല്ല ഉരുണ്ട ടൈപ്പുള്ള ഫ്രൂട്ടാണ്. പക്ഷേ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. ഉള്ളിലൊക്കെ നല്ല ചുമപ്പാണ്, ഡാർക്ക് റെഡാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. എൻ്റെ പ്ലാന്റുകളൊക്കെ മഴക്കാലത്തൊക്കെ പൂവിട്ട് തുടങ്ങി. നല്ല കാറ്റായിരുന്നു. ഇന്നലെയൊക്കെ നല്ല കാറ്റായിരുന്നു. കാറ്റത്തൊക്കെ വീണ് ഒന്നും പറ്റിയില്ല. ഈ ഒരു സെക്ഷൻ മാത്രമേ വീണുള്ളൂ. അത് പിന്നെ ഇപ്പം ഇങ്ങനെ പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചു. സമ്മറിലായിരുന്നു പർട്ടിക്കുലറായിട്ട് വെച്ചു. ഇതിന് കുറച്ച് കുറേശ്ശെ മണ്ണൊക്കെ ഇളകിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതിന് പിടിച്ചോളും, കുഴപ്പമില്ല. കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുറിച്ചു കൊടുത്ത് കുമ്മായം പൊടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചീച്ചലുണ്ടാവും. എല്ലാത്തിനും കുറച്ച് പണ്ടൊക്കെ ഉണ്ട്. അതിനുണ്ട് കുമ്മായപ്പൊടി തീർന്നിരിക്കുക. ബാക്കി കുമ്മായപ്പൊടി കൊണ്ട് ഇടണം. പ്ലാന്റുകളും മുട്ടിട്ടിട്ടുണ്ട്. ഇതൊക്കെ വേറെ കുറേ പ്ലാന്റുകളൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. വെറൈറ്റികൾ കുറേ വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. ഇത് ജംബോ റെഡാണ്. അത് മുട്ടിട്ടുണ്ട്. മുട്ടിട്ടുണ്ട് ഓരോ വെറൈറ്റികളാണ്. ബ്ലാക്ക് ഡ്രാഗൺ കുറച്ച് വരുന്നുള്ളൂ. എൻ്റെ കാര്യമുണ്ട്. ഇന്ന് കാലത്തൊട്ട് ഇതായിരുന്നു എൻ്റെ പരിപാടി. ഇത് നിവർത്തി വയ്ക്കലായിരുന്നു. നിവർത്തി വെച്ച് ഞാനും പിന്നെ വൈഫ് കുറച്ച് സഹായിച്ച്, തിരിച്ചു തരാനൊക്കെ സഹായിച്ച്. അങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ കയറ്റി വെച്ച്. അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച്. ഇടയിൽ പുതിയ ചട്ടി വെച്ചത് വീണ്ടും പൊട്ടിയത്. ഇന്നലെ രാത്രി മറിഞ്ഞു വീണപ്പോൾ പുതിയ ചട്ടിയുടെ മുകളിലേക്കാണ് മറിഞ്ഞു വീണത്. ആ പുതിയ ചട്ടിയൊക്കെ പൊട്ടി വന്നു. അതിന് അതി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കുഴപ്പമില്ല. മഴ മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാം. എടുക്കാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എൻ്റെ ബ്ലാക്ക് ഡ്രാഗനാണ്. അത് കൊടിഞ്ഞു ചെയ്യേണ്ടത്. ബ്ലാക്ക് ഡ്രാഗൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞു. അതിന് ശേഷം